4K വേർഷൻ തിയേറ്ററിൽ എത്തിയ മമ്മൂക്കയുടെ പാലേരി മാണിക്യം 2 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വമ്പൻ കളക്ഷനുമായി ബോക്സ് ഓഫീസിൽ കത്തിക്കയറുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എന്ത് തള്ളാടോ ഒടുക്കത്തെ തള്ളാടോ എന്ന്. എന്നാൽ ശരിക്കും അത് തള്ളു തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് പടച്ചു വിട്ട ആളുകളെ വേണം പറയാൻ. ഒരു സിനിമയുടെ 4K വേർഷൻ റീ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ശരിക്കും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു സിനിമ റീ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ, എത്രക്കാരായിരിക്കും ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ വന്ന് കാണുക, ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണോ ഇത് എന്നെല്ലാം ചിന്തിച്ചതിന്റെ ശേഷം മാത്രമായിരിക്കണം ഒരു സിനിമയുടെ 4K വേർഷൻ തിയേറ്ററിൽ എത്തിക്കാൻ. എന്നാൽ മമ്മൂക്കയുടെ ഇന്നലെ റീ റിലീസിലൂടെ തിയേറ്ററിലെത്തിയ പാലേരി മാണിക്യം വളരെ സ്ലോ പേസിൽ കഥ പറയുന്ന ഒരു ചിത്രമാണ്. നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം. എന്നാൽ ഫാൻസിനെ വീണ്ടും തിയേറ്ററിലേക്ക് തള്ളിവിടാനുള്ള ഒരു ഘടകം ആ ഒരു ചിത്രത്തിൽ ഇല്ല. ഇത് നമുക്ക് ഫോണിൽ കുത്തിരുന്ന് കണ്ടാലും ആ ഒരു സിനിമ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നൽകുന്ന ഒരു ചിത്രമാണ് 4K വേർഷനിൽ വരുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫാൻസിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചിത്രങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെയും ഇന്നലത്തെയും കളക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ പാലേരി മാണിക്യം റീ റിലീസ് ചെയ്തത് പാളി പോയിട്ടുണ്ട് എന്നാണ് കളക്ഷനിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. ഈ ഒരു സിനിമ റീ റിലീസ് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച ആളുകൾ വിഡ്ഢികളാണോ എന്ന് കൂടെ ചോദിക്കേണ്ടതുണ്ട്. മമ്മൂക്കയുടെ എത്തരത്തിലുള്ള സിനിമകളാണ് റീ റിലീസ് ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.